ചെറുതായിട്ടൊന്ന് ബ്രേക്കായി പോയിട്ടുണ്ടായിരുന്നു. ഞാനന്ന് രണ്ടാമത് സ്ട്രീം സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മീറ്റ് സെഷനിലും ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, സ്ട്രീം ഒന്ന് ചെറുതായിട്ട് ബ്രേക്ക് ആയിട്ടാണ്. സോ let me continue. I think I'll wind up in 5 to 10 minutes. So here artificial neural network നമ്മളിവിടെ ഇൻ്റർകണക്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമുക്ക് ഇത്തരത്തിൽ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന പ്രോസസ്സിംഗ് യൂണിറ്റുകളെ കാണിച്ചിരിക്കുന്നുണ്ട്, അതിൻ്റെ ഇൻ്റർകണക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ in interconnections in an artificial neural network several processing nodes are interconnected according to some topology to accomplish a pattern recognition task. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഇതിൽ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ സ്പീഡ് ട്രാക്കർ ക്യാമറ വെച്ചിട്ട് വെഹിക്കിളിനെ ഡിറ്റക്റ്റ് ചെയ്യാം, സ്പീഡ് ഡിറ്റക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ നമ്പർ സ്കാൻ ചെയ്ത് ഡിറ്റക്റ്റ് ചെയ്ത് അത്തരം നമ്പറുകളെ ഫൈൻ, അത്തരം വണ്ടികൾ ഓവർ സ്പീഡിങ് ഉള്ള വണ്ടികളെയൊക്കെ ഫൈൻ അടിക്കാനുള്ള ഒരു സിസ്റ്റം, ഒരു സംവിധാനം, ഓട്ടോമാറ്റഡ് സംവിധാനമാണ് നമ്മൾ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ പാറ്റേൺ എന്ന് പറയുന്ന ഇവിടെ ഒരു പാറ്റേൺ, നമ്മൾ നമ്പർ പാറ്റേൺ അല്ലേ, ആ ഒരു നമ്പറിനെ ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരു പാറ്റേൺ റെക്കഗ്നിഷൻ ടാസ്ക് എന്ന് പറയാം. ഈ പാറ്റേൺ റെക്കഗ്നിഷൻ ടാസ്കിനെ നമ്മൾ പാറ്റേണിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് ഇത്തരത്തിലൊരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഹെൽപ്പോടുകൂടി ഇതിനെ ഓട്ടോമേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ പലതും പറയാനുണ്ട്. ഇതിൽ ഏറ്റവും നമുക്ക് ഒരു പരിചയമുള്ളൊരു ആപ്ലിക്കേഷൻ എടുത്ത് പറഞ്ഞുള്ളൂ. ഇത്തരത്തിൽ ഇപ്പം ഞാൻ ചെയ്ത വർക്കിൽ, എൻ്റെ ഒരു മെഡിക്കൽ റിലേറ്റഡ് വർക്കാണ് എൻ്റെ PhD വർക്ക് എന്ന് പറയുന്നത്. അതിൽ ഞാനൊരു പാറ്റേൺ റെക്കഗ്നിഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്റ്റ് ചെയ്യുവാനും അതൊരു പാറ്റേണിനെ ബേസ് ചെയ്തിട്ട്, അതായത് പാറ്റേണിൻ്റെ ഷേപ്പിനനുസരിച്ച് അതിന് മോഡലുകളുണ്ട്. അതായത് നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷണൽ മൂവ്മെൻ്റ് ആകാം, അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ ആകാം. ഇത്തരത്തിൽ മോഷനെ സെൻസ് ചെയ്യുക, ട്രാൻസ്ലേഷണൽ മൂവ്മെൻറ്റ് സെൻസ് ചെയ്യുക, അതിൻ്റെ എത്രത്തോളം മൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഒരു ഡിസ്റ്റൻസ് ആണ്, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10 സെൻറ്റിമീറ്റേഴ്സ്, 15 സെൻറ്റിമീറ്റേഴ്സ്, അല്ലെങ്കിൽ 1 മീറ്റർ, 2 മീറ്റർ എന്നുള്ള മൂവ്മെൻറ്റ്, ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ്. റൊട്ടേഷൻ ആണെങ്കിൽ ഇത്ര ഡിഗ്രി റൊട്ടേഷൻ, എത്ര ഡിഗ്രിയാണോ റൊട്ടേറ്റ് ചെയ്തത് ആ റൊട്ടേഷൻ ആംഗിൾ കണ്ടുപിടിക്കുക. അത്തരത്തിൽ പാറ്റേൺ റെക്കഗ്നിഷൻ ടാസ്ക് ഉണ്ടാവാം ഒരുപാട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആണ് നമ്മൾ വിചാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബോട്ടിലിംഗ് പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ബോട്ടിലിൽ ക്യാപ്പ് അടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഇതെല്ലാം ഒരു റോബോട്ടിക് ഇതിന് ബേസ് ചെയ്തിട്ടാണ്, റോബോട്ടിക്സിനകത്തുണ്ട്. പിന്നെ അതിനൊരു കൺവെയർ ബെൽറ്റ് ഉണ്ടാവും. ഈ കൺവെയർ ബെൽറ്റിൽ ബോട്ടിൽസൊക്കെ ഇത്തരത്തിൽ മൂവ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അത്തരത്തിൽ ആ മൂവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ബോട്ടിലിൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നത് എവിടെ അടിക്കണം, നേരെ അതിൻ്റെ ഓപ്പണിങ്ങിൽ, ബോട്ടിലിൻ്റെ ഓപ്പണിങ്ങിൽ അടിക്കണം. അപ്പോൾ ഇതൊരു ക്യാമറ ഉപയോഗിച്ചിട്ട്, ഇത് പിന്നെ ഒരു CCD ക്യാമറ ഉപയോഗിച്ചിട്ട് ഈ ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത് ബോട്ടിലിൻ്റെ നെക്കാണ് അല്ലെ എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ആണെന്ന് കണ്ടുപിടിക്കുകയും അവിടെ കൃത്യമായിട്ട് നമുക്ക് ഈ ബോട്ടിൽ ക്യാപ്പ് അടിക്കുകയും ചെയ്യുന്നു. അതൊരു പാറ്റേൺ റെക്കഗ്നിഷൻ ടാസ്ക്കാണ്. അപ്പോൾ ഇത്തരത്തിൽ പല പല ആപ്ലിക്കേഷൻസ് നമുക്കിവിടെ ന്യൂറൽ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോൾ ഹിയർ സോ we can some of the terminologies which we come across in artificial neural networks are one is processing unit, then the interconnection. Okay, so here interconnection means in artificial neural network several processing units are interconnected according to some topology to accomplish a pattern recognition task. Then we can say the various operations. So what is some terminology called as operations. In operation, each unit of an artificial neural network receives inputs from other connected units and from external source, and a weighted sum of the inputs is computed at a given instant of time. So ഇവിടെ നമ്മൾ ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തരത്തിൽ ANNന്റെ ഈ ഓരോ യൂണിറ്റും റിസീവ് ചെയ്യുന്ന ഇൻപുട്ടുകൾ
ആ ഇൻപുട്ടുകളെ കണക്റ്റഡ് യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് കാണാം. ഒരു യൂണിറ്റ് വേറൊരു യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യാം. ദെൻ ആൻഡ് ഫ്രം ആൻ എക്സ്റ്റേണൽ സോഴ്സ്, ഇൻപുട്ടുകൾ വരുന്നതെന്ന് പറയുന്നത് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാകാം. ഇനി അവസാനം ഇതിൻ്റെ ഈ വെയ്റ്റഡ് സം ഓഫ് ദ ഇൻപുട്സ് എന്ന് പറയുന്നത് നമുക്ക് അറ്റ് എ ഗിവൺ പോയിന്റിൽ അത് കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. കമ്പ്യൂട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഫർദർ നമുക്ക് ആവശ്യം ആയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഈ കമ്പ്യൂട്ടേഷൻസിനെ നമുക്ക് ഓപ്പറേഷൻസ് എന്ന് കരുതാം. ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടേഷൻ ഇൻപുട്ടുകളെ റിസീവ് ചെയ്യുക, അതിൻ്റെ വെയ്റ്റഡ് സം ഉണ്ടാക്കുക, അതിനെ ഫർദർ നമ്മൾ യൂസിന് വേണ്ടി പല കാര്യത്തിനും ഉപയോഗിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുക എന്നുള്ളത്. അർത്ഥത്തിലാണ് ഇവിടെ ഓപ്പറേഷൻസ് ഉദ്ദേശിക്കുന്നത്. Then update. Actually, update means in the implementation, we can say there are several options available for both activation and synaptic dynamics. അവിടെ സിനാപ്റ്റിക് എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഉപയോഗിച്ച് ഓർക്കുന്നുണ്ടോ? സിനാപ്റ്റിക് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. ഒരു നെർവ് എൻഡിങ്ങും മറ്റൊരു നെർവ് എൻഡിങ്ങും കൂടെ കണക്ട് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് സിനാപ്റ്റിക് ലെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഒരു സിനാപ്റ്റിക് ഡൈനാമിക്സ് ഇൻവോൾവ് ഉണ്ട് അല്ലേ. സോ ഇൻ ദി ഇംപ്ലിമെൻറ്റേഷൻ ദർ ആർ സെവറൽ ഓപ്ഷൻസ് അവൈലബിൾ ഫോർ ബോത്ത് ആക്ടിവേഷൻ ആൻഡ് സിനാപ്റ്റിക് ഡൈനാമിക്സ്. സോ ഇൻ പർട്ടിക്കുലർ ദി അപ്ഡേറ്റിംഗ് ഓഫ് ദി ഔട്ട്പുട്ട് സ്റ്റേറ്റ്സ് ഓഫ് ഓൾ ദി യൂണിറ്റ്സ് കുഡ് ബി പെർഫോംഡ് സിങ്ക്രോണസ്ലി. അപ്പോൾ ഇവിടെ അതിനെ അപ്ഡേറ്റ് ചെയ്യാന്നാണ്, ഓരോ സമയത്ത് ഒരു പോയിന്റ് ഓഫ് ടൈമിലും ഇതിനെ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത് സിങ്ക്രോണസ്ലി എന്ന് പറയുന്നത് ഇൻ ടൈം, ഇവിടെ ഒരു ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇൻ ദിസ് കേസ് ദി ആക്ടിവേഷൻ വാല്യൂസ് ഓഫ് ഓൾ ദി യൂണിറ്റ്സ് ആർ കമ്പ്യൂട്ടഡ് അറ്റ് ദ സെയിം ടൈം അസ്യൂമിങ് എ ഗിവൺ ഔട്ട്പുട്ട് സ്റ്റേറ്റ് ത്രൂ ഔട്ട്. അപ്പം ഇതിനെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു സെയിം ടൈമിൽ നമുക്കിതിനെ കമ്പ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഉള്ള ഒരു റോൾ എന്ന് പറയുന്നത്. ദെൻ ഫോർ ഈച്ച് യൂണിറ്റ് ദി ഔട്ട്പുട്ട് സ്റ്റേറ്റ് ക്യാൻ ബി ഡിറ്റർമിൻ ഫ്രം ദി ആക്ടിവേഷൻ വാല്യൂ ഐദർ ഡിറ്റർമിനിസ്റ്റിക്കലി ഓർ സ്റ്റൊക്കാസ്റ്റിക്കലി. ഇവിടെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വരുന്നുണ്ട്. സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് എന്ന് പറയാം അല്ലേ. ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂസ്. ചിലത് നമുക്ക് പ്രഡിക്റ്റബിൾ ആയിരിക്കും, പ്രഡിക്റ്റബിൾ ആയിരിക്കും, ചിലപ്പം അൺപ്രഡിക്റ്റബിൾ ആകാം. അപ്പം അത്തരത്തിൽ പ്രഡിക്റ്റബിൾ ആണെങ്കിൽ നമുക്ക് അതിനെ ഡിറ്റർമിനിസ്റ്റിക് എന്നും അൺപ്രഡിക്റ്റബിൾ ആണെങ്കിൽ നമുക്ക് അതിനെ സ്റ്റൊക്കാസ്റ്റിക് എന്നും പറയാം. സോ ഇവിടെ ഇൻ പ്രാക്ടീസ് ദി ആക്ടിവേഷൻ ഡൈനാമിക്സ് ഇൻക്ലൂഡിങ് ദി അപ്ഡേറ്റ് ഈസ് മച്ച് മോർ കോംപ്ലക്സ് ഇൻ എ ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്ക് ദാൻ ദ സിമ്പിൾ മോഡൽസ് മെൻഷൻ ഹിയർ. അപ്പോൾ ഇവിടെ നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു മോഡൽ എന്ന് പറയുന്നത് ഇതൊരു ബയോളജിക്കൽ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ്, വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു മോഡലാണ്. സോ ദി ANN മോഡൽസ് അലോങ് വിത്ത് ദ ഇക്വേഷൻസ് ഗവേണിംഗ് ദി ആക്ടിവേഷൻ ആൻഡ് സിനാപ്റ്റിക് ഡൈനാമിക്സ് ആർ ഡിസൈൻഡ് അക്കോർഡിംഗ് ടു ദ പാറ്റേൺ റെക്കഗ്നിഷൻ ടാസ്ക് ടു ബി ഹാൻഡിൽഡ്. നമുക്കിവിടെ ആവശ്യമുള്ള ഈ പറയുന്ന ഒരു പാറ്റേൺ റെക്കഗ്നിഷൻ ടാസ്ക്, അതിനെ നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ടാസ്ക് ആയിരിക്കും. അതിനനുസരിച്ച് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അപ്പോൾ ഇവിടെ ഇനിയിപ്പം ഒരു മോഡൽ ഓഫ് ന്യൂറോൺ എന്ന് പറയുന്നത്, ന്യൂറോൺ നേരത്തെ ഞാൻ വരച്ചൊരു ബയോളജിക്കൽ ന്യൂറോണാണ്. ഇതിന് ഇക്വലൻ്റ് ആയിട്ട് ഒരു ഇലക്ട്രോണിക് ന്യൂറോണിനെ നമുക്ക് അസ്യൂം ചെയ്യാം. അത്തരത്തിലൊരു സിമിലർ ആയിട്ടുള്ള ഒരു ന്യൂറോൺ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിലും ഉണ്ട്. സോ we can call this a models of neuron. So there are different models, for example Mc-Kutok-Pitts model. Mc-Kutok-Pitts model ഒരു മോഡലാണ് ഫോർ എ പർട്ടിക്കുലർ ന്യൂറോൺ മോഡൽ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മോഡൽസ് പ്രപ്പോസ് ചെയ്യാം. Then another model is Adalin is another model, and I think these things you'll be learning later. So just to understand what is meant by this model, then
സംതിങ് വി യൂസ്, നേരത്തെ പറഞ്ഞ ഡിറ്റർമിനിസ്റ്റിക് അതുപോലെ സ്റ്റൊക്കാസ്റ്റിക് അപ്രോച്ച് എന്ന് പറയും. സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത്തരത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നമുക്ക് ആവശ്യം വരുന്നത് സ്റ്റൊക്കാസ്റ്റിക് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് റിക്കർഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പിന്നീട് വളരെ സിമ്പിളായിട്ടൊരു പാറ്റേൺ റെക്കഗ്നിഷൻ ടാസ്ക് എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഷേപ്പ് ഡിറ്റക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു വെഹിക്കിൾ ആയിക്കോട്ടെ. ഇപ്പോൾ വെഹിക്കിൾ ഷേപ്സ് നമുക്ക് സാധാരണ നമുക്കറിയാം പല ഷേപ്സ് ഓഫ് വെഹിക്കിൾസ് ഉണ്ട് അല്ലേ. ഒരു എക്സാമ്പിൾ ഒരു ബസ്സിൻ്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ എടുത്താൽ മതി. ഇങ്ങനെ ഒരു മോഡൽ നമുക്ക് ബസ്സിന് കൊടുക്കാം അല്ലേ. ഇനി ഒരു കാറിൻ്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇതൊരു മോഡലാണ്. ഇത് ഫ്രണ്ട് വ്യൂ ഏകദേശം ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് അല്ലേ. കാർ മോഡൽ ഓഫ് എ കാർ. അപ്പോൾ ഇവിടെ ഇനി വേറൊരു വെഹിക്കിൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ടൂ വീലർ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പ് ടൂ വീലറിന് കൊടുക്കാം. ഓക്കെ, അത്തരത്തിൽ നമുക്ക് ഈ ഓരോ വെഹിക്കിളിനും ഓരോ ഷേപ്പ് അല്ലെ, അതിൻ്റെ ഒരു കോൺടൂർ എന്ന് പറയാം അല്ലേ. അതിൻ്റെ ഔട്ടർ എൻവലപ്പ് എന്ന് പറയാം. ഇതിനെ നമുക്കൊരു കോൺടൂർ അല്ലെങ്കിൽ ഒരു ഷേപ്പ് എന്ന് പറയാം. ഈ ഷേപ്പിനെ ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്, നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ അല്ലെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ടാസ്ക്. ഇത് ഒരു ക്യാമറ, ഒരു CCD ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഒരു മൂവിങ് വെഹിക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിങ് വെഹിക്കിളിൻ്റെ ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്യുകയും ആ ക്യാപ്ചർ ചെയ്ത ഇമേജ് ഉപയോഗിച്ചിട്ട് ഇമേജിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത്തരത്തിൽ ഷേപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് എന്താണ് വെഹിക്കിൾ, ടൈപ്പ് ഓഫ് വെഹിക്കിൾ എന്താണെന്ന് കണ്ടുപിടിക്കുകയും. ഇപ്പോൾ നേരത്തെ നമ്മളൊരു ടാസ്ക് പറഞ്ഞിരുന്നു, അതായത് ഒരു എക്സാമ്പിൾ ഒരു ഓവർ സ്പീഡിംഗ് ആണെങ്കിൽ ഈ വെഹിക്കിളിന് തീരുമാനിച്ചിരിക്കുന്ന സ്പീഡ് എത്രയാണോ ആ സ്പീഡിനനുസരിച്ച് അവിടെ കണ്ടുപിടിക്കാം വെദർ ദ പർട്ടിക്കുലർ വെഹിക്കിൾ ഇസ് എക്സീഡിങ് ദ സ്പീഡ് ലിമിറ്റ് എന്നുള്ളത് നമുക്കവിടെ കണ്ടുപിടിക്കാം. സോ ബൈ ഐഡൻറ്റിഫൈങ് ദ കോൺടൂർ ഓർ ദ ഷേപ്പ് ഓഫ് ദി വെഹിക്കിൾ we can determine whether it's a bus or whether it is a car or whether it is a two-wheeler, and depending on the criterion phase the speed ഇത്ര ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ടൂ വീലറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് മാക്സിമം അവിടെ പോസിബിൾ ആവുന്നതെന്ന് പറയുന്നത് ഒരു 50 to 60 km/h. അതൊരു കാർ ആകുമ്പോൾ ഇറ്റ് വിൽ ബി 80 km/h, and in the case of a bus that may be 60 km/h. അപ്പോൾ if the vehicle is crossing that speed limit, then it should be detected automatically. ഇപ്പോൾ നമ്മുടെ സ്പീഡ് ട്രാക്കർ എന്ന് പറയുന്നത് ആ ഒരു മെത്തേഡിൽ നമുക്ക് ഇത്തരത്തിലൊരു വാഹനം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരു സർട്ടൺ ഡിസ്റ്റൻസ് ഒരു വാഹനം മൂവ് ചെയ്യുകയാണ്, വിൽ ബി മൂവിങ് അറ്റ് സം ഡിസ്റ്റൻസ്. ലെറ്റ് ഇറ്റ് ബി ഫോർ എക്സാമ്പിൾ വി ഹാവ് ക്രിയേറ്റഡ് ഹിയർ എ മെത്തേഡ് to detect the speed of the vehicles. We have placed 2 cameras here, 2 CCD cameras, and we have a known distance. For example, ഇവിടെ ഒരു known distance ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു 100 meters അല്ലെ ഒരു 200 meters ഡിസ്റ്റൻസ് നമ്മളിവിടെ ഉപയോഗിക്കുന്നു. ഈ 2 ക്യാമറകൾ വയ്ക്കുന്നു. എന്നിട്ട് ഇവിടുന്ന് ഒരു വെഹിക്കിൾ സ്പീഡ് ചെയ്യുന്ന സമയത്ത്, ഇവിടുന്ന് ഒരു വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ വെഹിക്കിളിൻ്റെ സ്പീഡ് ഡിറ്റക്ട് ചെയ്യാം. കാരണം ഈ പോയിന്റിൽ ഈ ക്യാമറയെ ക്രോസ് ചെയ്യുന്നു. ഇത് സ്റ്റാർട്ടിങ് പോയിന്റ്, ഇത് ഈ ഒരു പോയിന്റിൽ എത്തുന്നു വണ്ടി, ഇത് എൻഡിങ് പോയിന്റ്. കാരണം വെഹിക്കിളിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് ക്യാപ്ചർ ചെയ്യാൻ ഈ വെഹിക്കിളിൻ്റെ ഇമേജ് ഇവിടെ ഈ ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ ഇമേജ് വെഹിക്കിളിൻ്റെ ഇമേജ് ഇവിടെ വെച്ച് ക്യാപ്ചർ ചെയ്യുന്നു. ഈ ക്യാപ്ചർ എടുക്കുന്ന സമയം, ഇവിടെ ക്യാപ്ചർ ചെയ്യുന്ന ടൈമും ഇവിടെ ക്യാപ്ചർ ചെയ്യുന്ന ടൈമും 2 ടൈം നമുക്ക് കിട്ടും. സോ വി ക്യാൻ ഹാവ് ടൈം 1 ആൻഡ് ടൈം 2. And by taking the difference, so at which time the vehicle has passed, we can find out and knowing the distance, we can find out the speed of the vehicle by a very simple equation, that speed is equal to distance by time. അങ്ങനെ നമുക്ക് ഇതിൻ്റെ സ്പീഡ്, വെഹിക്കിളിൻ്റെ സ്പീഡ് ഡിറ്റക്ട് ചെയ്യാം. ഡിറ്റക്ട് ചെയ്ത് ഓവർ സ്പീഡിങ് ഉണ്ടെങ്കിൽ അതിന് ഫൈൻ ഈടാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഇപ്പം നമ്മളൊരു ഇതിനൊരു ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഇത്തരത്തിലൊരു നെറ്റ്വർക്കിനെ നമുക്ക് ഇതിന് സംതിങ് കോൾഡ് ബേസ്ഡ് ഓൺ എ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയാം.
some application based on a supervised ലേണിംഗ്. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സിസ്റ്റമാണ്. കാരണം ഇവിടെ വെൽ നോൺ ആണ് ഇതിൻ്റെ ഒബ്ജക്റ്റ് ഷേപ്പ് എന്നതിനെക്കുറിച്ചും അതുപോലെ അതിൻ്റെ ഇവൻറ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലേണിങ്ങിനെ നമുക്കിവിടെ അത് പ്രഡിക്റ്റബിളുമാണ്. ഇത്തരത്തിൽ പ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്കിതിനെ പറയാം. I think the second type, which is unsupervised learning, there's another method for unsupervised learning. അപ്പോൾ ഇവിടെ നമുക്കൊരു ഈ പാറ്റേൺ റെക്കഗ്നിഷൻ ടാസ്കുകളെ പൊതുവേ നമ്മൾ പറയുന്നത് ഇറ്റ്സ് കമ്മിങ് അണ്ടർ എ സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ജോമെട്രിയിലെ ഡെഫിനിറ്റ് ഷേപ്പ് എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നേരത്തെ ബോട്ടിൽ പ്ലാന്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ബോട്ടിലിംഗ് പ്ലാന്റിൽ ബോട്ടിലുകളിൽ നമ്മൾ ക്യാപ്പ് ഇടുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഹൗ ക്യാൻ വി പുട്ട് സം ക്യാപ്പ് ഓൺ എ ബോട്ടിൽ. ഇത്തരത്തിലൊരു ബോട്ടിലുണ്ട്, പാലിൻ്റെ കുപ്പി ആയിക്കോട്ടെ, ഇത്തരത്തിലൊരു പാൽക്കുപ്പിയുടെ പുറത്ത് ബോട്ടിൽ, അല്ലെങ്കിൽ ഒരു മെഡിസിൻ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത്തരത്തിൽ നമുക്ക് ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബോട്ടിൽസോ അല്ലെങ്കിൽ ക്യാൻസോ അത്തരത്തിലൊരു ആവശ്യം നമുക്ക് വരികയാണ്. അപ്പോൾ ഇതിനൊരു ഓട്ടോമേറ്റഡ് എൻവയൺമെൻറ്റിൽ ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ടാവും. ഈ കൺവെയർ ബെൽറ്റ് വഴി ഇത്തരത്തിൽ കുറേ ബോട്ടിൽസ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ പാസ് ചെയ്യുന്ന ബോട്ടിൽസിൻ്റെ മുകളിൽ ക്യാപ്പ് ഇടുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ ഡ്രോയിങ്സ് അത്ര ക്ലിയർ ആയിരിക്കില്ല, പക്ഷേ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ ക്യാപ്പ് ഇടുക, അപ്പോൾ ഈ ക്യാപ്പ് ഇടണമെങ്കിൽ ഇത് എവിടെയാണ് ഇത് എന്നറിയണമെങ്കിൽ ഇവിടെ ഒരു ക്യാമറ മുകളിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, CCD ക്യാമറ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ക്യാപ്പ് എവിടെയാണ് എന്നുള്ളത് സെൻസ് ചെയ്യാൻ കഴിയും അല്ലേ. ഇതിൻ്റെ ക്യാപ്പല്ല, ഇതിൻ്റെ ബോട്ടിലിൻ്റെ മൗത്ത് എവിടെയാണെന്ന് സെൻസ് ചെയ്യാൻ കഴിയും. ആ മൗത്ത് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ കറക്റ്റ് സ്ഥലത്ത് ഒരു ക്യാപ്പ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ അതിനൊരു മെക്കാനിസം ഉണ്ട്. ഇവിടെ ഒരു സ്റ്റാമ്പിങ് മെഷീൻ പോലെ ഒരു something called, or it can be some application of a robotics kind of an actuator. ഇത്തരത്തിലൊരു ആക്ച്വേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഈ ക്യാപ്പ് ഇവിടെ ലിഡ് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റഡ് സിസ്റ്റംസ് നമുക്ക് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് ഓട്ടോമാറ്റഡ് സിസ്റ്റംസ് ഉണ്ട്. So I think with this I will wind up this session and have more interesting things to learn, and you can browse and find out some applications or projects based on artificial neural networks and applications of DSP, like it can be biomedical applications or several applications, industrial applications. അത്ര applications നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിലുള്ള ലിറ്ററേച്ചേഴ്സ് നിങ്ങൾ വായിക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് മാത്രം പറഞ്ഞത്, ഇതിൽ തിയറി കണ്ടൻറ്റ് ഒന്നും ഉൾപ്പെടുത്താതെ application ലെവലിൽ മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ടു ഗ്യാദർ യുവർ അറ്റൻഷൻ ആൻഡ് ടു മേക്ക് യു ഇൻട്രസ്റ്റഡ് ഇൻ ദി സബ്ജക്റ്റ് ഏരിയ. അപ്പോൾ ഈ ഏരിയയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന പുസ്തകങ്ങൾ വായിച്ചാൽ നല്ലതാണ്. ഒന്ന് നമ്മൾ നോർവിഗ് എന്ന് പറയുന്ന ഓഥറിൻ്റെ റെഫറൻസ് ഉള്ളതുണ്ട്. പലപ്പം ഓൺലൈനിൽ ഇത്തരത്തിലുള്ള റെഫറൻസുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം. അപ്പോൾ അത് ഇല്ലെങ്കിൽ പല ലൈബ്രറി ബുക്സിലും നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ആ പുസ്തകത്തിൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ച് ഉള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. ഓൺലൈൻ നിങ്ങൾ സെർച്ച് ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പം പേപ്പേഴ്സ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള IEEE എക്സ്പ്ലോറിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അല്ലെ സ്പ്രിങ്ങർ ജേണൽസ് നിങ്ങൾ നോക്കാം, ഇത്തരത്തിൽ നമുക്ക് സെർച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ഓപ്പൺ ആക്സസ് ജേണലുകൾ ഒരുപാടുണ്ട്, അത്തരത്തിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പേപ്പറുകൾ പ്രത്യേകിച്ച് IEEE എടുക്കുന്ന സമയത്ത് IEEE ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് റെഫർ ചെയ്യുക. അതുപോലെ ഏതെങ്കിലും കോൺഫറൻസ് ജേണലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പേപ്പർ ഫുള്ളായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. IEEE കോൺഫറൻസസ് ഇത്രയൊന്ന് നിങ്ങളതൊന്ന്
റെഫർ ചെയ്യുക. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ ഈ സെഷനിൽ നിങ്ങളോട് പറയാനുള്ളത്. വി വിൽ കണ്ടിന്യൂ at some other time. So thanks for joining. Thank you all.